മാർഷൽ വി സെബാസ്റ്റ്യനിലേക്ക് പോവുകയാണ്. മാർഷൽ, നമ്മൾ ആദ്യം മുതൽ പറഞ്ഞത് മന്ത്രിസഭാ യോഗം നീളാൻ ഒരുപക്ഷെ കാരണം ഈ പല കാര്യങ്ങളിലും ഒരു സമവായത്തിലേക്ക് തീരുമാനത്തിലേക്ക് എത്താത്തതാകുമെന്നുള്ള തരത്തിലുള്ള ചിന്തകൾ നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോഴിതാ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് CPI മുന്നോട്ട് വെച്ചതാണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. അതിൽ പുനരന്വേഷണമല്ല തുടരന്വേഷണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു. അക്ഷയ, ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന തീരുമാനങ്ങളിൽ ഒന്ന് ഒരുപക്ഷെ ഇന്ന് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ദുരന്വേഷണമാണ്. എന്നാൽ മറ്റൊരു കാര്യം ശ്രദ്ധേയമാണ്. DGPയുടെ റിപ്പോർട്ടോ ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോ ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തില്ല. അത്തരം കാര്യങ്ങളൊന്നും തന്നെ മുഖ്യമന്ത്രി ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വിശദീകരിച്ചിട്ടില്ല. അത് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മന്ത്രിസഭാ യോഗത്തിലേക്ക് ഇത്തരം വിഷയങ്ങൾ കൊണ്ടുവരാതിരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ മാത്രം ഒരു കാര്യമാണ്. അതിനകത്ത് ഒരു നടപടി ഉണ്ടാകും. ആ നടപടി ഒരുപക്ഷെ സംസ്ഥാനത്തെ IPS ഉദ്യോഗസ്ഥന്മാർക്ക് മുഴുവനായി വരുന്ന ഒരു സ്ഥലം മാറ്റത്തിന്റെ സാങ്കേതികത്തിൽ പിടിച്ചുകൊണ്ടായിരിക്കും. ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ അദ്ദേഹത്തെ മാത്രമായിരിക്കില്ല, മറ്റു ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാറ്റമായിരിക്കും നടപ്പാകാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ADGPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദ വിഷയം മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയോ ആ വിഷയത്തിലുള്ള റിപ്പോർട്ട് എന്താണെന്ന് മറ്റു മന്ത്രിമാരെയോ ക്യാബിനറ്റിയോ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ഒരു തുടരന്വേഷണം ഉണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത്. ഒരുപക്ഷെ CPM അല്ലെങ്കിൽ ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ, CPIയുമായുള്ള ചർച്ചകൾ, ഇതിലെല്ലാം തന്നെ കൊടുത്തിട്ടുള്ള ഉറപ്പ് അതേപടി പാലിക്കും എന്നുള്ളത് കൊണ്ടാകാം ഇത്തരം വിഷയം വീണ്ടും മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കാതിരുന്നത്. മറ്റു വിഷയങ്ങളിൽ കടക്കുന്ന പോലെ ഒരു ചർച്ച മന്ത്രിസഭാ യോഗത്തിൽ ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. പൂരം കലക്കൽ മാത്രമാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അത് പ്രധാനമായിട്ടും ഒരുപക്ഷെ ഇന്നത്തെ നാളെ നിയമസഭാ യോഗം ചേരുന്ന സമയത്ത് ഒരുപക്ഷെ അജിത് കുമാറിന് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റം വരാതിരിക്കാം. എന്നാൽ വരും ദിവസങ്ങളിൽ അത് ഉണ്ടാകുമെന്നുള്ള സൂചന കൂടിയാണ് ഇന്ന് ക്യാബിനറ്റ് സംസാരിക്കാതിരിക്കുമ്പോൾ ADGPയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ചയായില്ല എന്നതിനെ ADGPയുടെ മാറ്റാൻ തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെയാണോ? അതായത് CPIയുമായും മറ്റ് ഘടകകക്ഷികളുമായി അവരുടെ ആരോപണങ്ങളൊക്കെ ഉയരുകയും ചെയ്ത അടിസ്ഥാനത്തിൽ CPM CPI ചർച്ച നടന്നിരുന്നു. ആ ഉഭയകക്ഷി ചർച്ചയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് വരുന്നതനുസരിച്ച് കൃത്യമായ തീരുമാനമുണ്ടാകുമെന്ന് പാർട്ടി സെക്രട്ടറിമാർക്ക് ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് പാലിക്കപ്പെടുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. അത് പ്രധാനമായും ഇതാണ്: ഒരു അന്വേഷണം നടക്കുകയാണല്ലോ, ആ അന്വേഷണം നടക്കട്ടെ, ആ അന്വേഷണം നടന്നതിന് ശേഷം തീരുമാനമെടുക്കാമെന്നുള്ളതാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനം മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അന്വേഷണ റിപ്പോർട്ട് എന്തായിരുന്നാലും ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ADGP അജിത് കുമാറിന് അല്ലെങ്കിൽ ആരോപണവിധേയനായി നിൽക്കുന്ന ADGPക്കെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഘടകകക്ഷികൾക്ക് നൽകിയിട്ടുണ്ട്. അത് മന്ത്രിമാർക്കും ബാധകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകും. എടുത്തുചാടി ഒരുപക്ഷെ നാളെ നിയമസഭ തുടങ്ങാനിരിക്കുമ്പോൾ ഇന്ന് തന്നെ അടിയന്തരമായിട്ട് ഈ തീരുമാനം ഉണ്ടാകുമെന്നുള്ള കാര്യം സംശയമാണ്. കാരണം അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ADGPയുടെ വിവാദമായിട്ടുള്ള സന്ദർശന വിഷയം ഒരു ചർച്ചയായി വരാതിരുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്ന് മാത്രമല്ല, CPI ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഒന്ന്, അത് കഴിഞ്ഞ മന്ത്രിസഭാ കാലത്തിന് നമ്മൾ വാർത്ത നൽകിയതാണ്. ദ്വിതല അന്വേഷണമാണ് നടക്കാനിരുന്നത്. ആ അന്വേഷണത്തിലേക്ക് ഉദ്യോഗസ്ഥരെ നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. ഒന്ന്, തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആരോപണങ്ങൾ പൂരം കലക്കിയതാണോ എന്നത് സംബന്ധിച്ചാണ്. മറ്റൊന്ന്, ഈ വിഷയത്തിൽ ADGP അജിത് കുമാറിന്റെ പങ്ക് എന്താണെന്ന് DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്നുള്ളതാണ്. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് അന്വേഷണങ്ങളുടെയും പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു തുടരന്വേഷണം കൂടി പ്രഖ്യാപിക്കുന്നത്. ആ തുടരന്വേഷണം കൂടി വരുമ്പോൾ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള വിവാദങ്ങളിന്മേൽ ശക്തമായ അന്വേഷണം നടത്തുന്നു എന്നുള്ള പ്രതീതി ജനിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുന്നു. വേറൊന്ന്, RSS നേതാക്കളുമായി തുടർച്ചയായിട്ട് ADGP കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്നുള്ള നിർദ്ദേശമാണ്. ആ നിർദ്ദേശത്തിൽ ഒരുപക്ഷെ DGPയുടെ റിപ്പോർട്ടിന് ശേഷമേ തീരുമാനമെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇന്നത്തെ ക്യാബിനറ്റിൽ, ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയത്തിൽ മന്ത്രിമാരുമായിട്ടുള്ള ഒരു തുറന്ന ചർച്ച ഉണ്ടാകുമെന്നാണ്. എന്നാൽ അത്തരം ഒരു ചർച്ച ഉണ്ടായിട്ടില്ലെന്നാണ് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതനുസരിച്ചുകൂടെ തന്നെ പറയാൻ സാധിക്കും DGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം വൈകുമെന്നുള്ളതാണ്. ADGP അജിത് കുമാറിനെതിരെയുള്ള തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് ഇനി ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുക. അല്പം സമയത്തിനകം നടക്കാൻ പോകുന്ന വാർത്താ സമ്മേളനത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി ഈ കാര്യം വ്യക്തമാക്കിയേക്കും. മുഖ്യമന്ത്രിക്കായിട്ടുള്ള കസേര ഇപ്പോഴും അവിടെ മുഖ്യമന്ത്രിയെ കാത്തിരിക്കുകയാണ്. സാധാരണഗതിയിൽ സംഭവിക്കാത്തതാണ്. 11 മണി പറഞ്ഞു, ഇപ്പോൾ സമയം ഇതാ 11:35 ആവുകയാണ്. ഇനിയും മുഖ്യമന്ത്രി എത്തിയിട്ടില്ല.
പക്ഷേ അതൊരു സാങ്കേതികമായി മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഒരു മന്ത്രിസഭാ യോഗം നടക്കുമ്പോൾ ഒരുപക്ഷെ വിവിധ വിഷയങ്ങൾ മുന്നോട്ട് വരാം, ആ വിഷയങ്ങളെല്ലാം തീരുമാനമെടുക്കണം എന്നുള്ളത് മാത്രമാണ്. ഇത്ര സമയത്തിൽ കൃത്യമായി നടക്കണമെന്നുള്ളൊരു വാശി ആർക്കും തന്നെ പിടിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏത് വിഷയത്തിലാണ് വാർത്താ സമ്മേളനം വിളിക്കുവാൻ വേണ്ടി സ്വീകരിക്കുന്നതോ ആ വിഷയവുമായി സംബന്ധിച്ച് ഉയരുന്ന ചോദ്യങ്ങൾക്കും മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾക്കും അനുസൃതമായ ഒരു മറുപടി തയ്യാറാക്കേണ്ടതുണ്ട്. ആ മറുപടിയാണ് സാധാരണഗതിയിൽ അദ്ദേഹം പറയുക. അതുകൊണ്ട് തന്നെ ആ മറുപടി തയ്യാറാക്കുന്നതനുസരിച്ചായിരിക്കും അദ്ദേഹം PR ചേംബറിലെത്തി മാധ്യമങ്ങളെ കാണുക. എന്നാൽ അദ്ദേഹം എത്തിയതിനു ശേഷം വിവാദമായിട്ടുള്ള വിഷയങ്ങളിൽ എന്തു പറയുന്നു എന്നുള്ളതിലാണ് പ്രസക്തമായ കാര്യമുള്ളത്. അതുകൊണ്ട് തന്നെ മുന്നണി സംബന്ധമായും പ്രതിപക്ഷ ആരോപണമായാലും സ്വന്തം MLA ഭാഗത്തു നിന്നുള്ള ആക്ഷേപമായാലും ഇതിനെല്ലാം കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് സർക്കാരിൽ CPM-ൽ എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ വേണം നാളത്തെ നിയമസഭാ സമ്മേളനത്തിലേക്ക് എത്തുവാൻ. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പായിരിക്കുമെന്ന് മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. അക്ഷയ, തൃശൂർ പൂരത്തിൽ ഇതുവരെ സംഭവിക്കാത്ത തരത്തിലുള്ള സംഭവ വികാസങ്ങളായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. എന്തായാലും പൂരം കലക്കലിൽ തുടരന്വേഷണം എന്നുള്ള തീരുമാനം മന്ത്രിസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്.